ഞാനിപ്പോ റീസെന്റ് കണ്ടിട്ടുണ്ടായിരുന്ന സൂക്ഷ്മദർശിനി എന്ന സിനിമ, ഇത് രണ്ടും സംവിധാനം ചെയ്ത MC ജിതിൻ. പക്ഷെ MC എന്നാണ് അദ്ദേഹം ഇപ്പൊ അറിയപ്പെടുന്നത്. വി ഹാവ് ജിതിൻ joining us. MC, Hi, good morning. Welcome to the show, ജിതിൻ. നോൺസെൻസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പേ തന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ജിതിൻ ചെയ്തിട്ടുണ്ട്. എബ്രിഡ് ഷൈനോടൊപ്പം കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം നോൺസെൻസ് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ഒരു ലാൻഡ് ചെയ്യുന്നത് പോലും. അപ്പോൾ ഏതായാലും ആ സിനിമ തൊട്ട്, അതായത് നോൺസെൻസ് തുടങ്ങി സൂക്ഷ്മദർശിനി വരെ നിൽക്കുന്ന ഒരു ജേർണിയെ പറ്റി നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ടാണ് ജിതിൻ ഇസ് ഹിയർ ഇൻ അവർ സ്റ്റുഡിയോ റൈറ്റ് നൗ. ജിതിൻ, ഫസ്റ്റ്ലി വെൽക്കം ടു ദുബായ്. ദുബായിൽ അന്ന് എനിക്കൊന്ന് സൂക്ഷ്മദർശിനി ടീമിന്റെ കൂടെ വരാനിരിക്കുകയായിരുന്നു അല്ലേ? അന്ന് വരാൻ പറ്റിയില്ല, കാരണം ഈ റിലീസിന് തൊട്ട് മുമ്പ് ആകുമ്പോഴത്തേക്ക് സംവിധായകന് വലിയ ജോലികളാണല്ലോ ഉള്ളത്. പക്ഷെ അന്ന് അവര് റിലീസിന്റെ സമയത്താ വന്നിരുന്നത്. പക്ഷെ അപ്പോഴും ഈ സംവിധായകൻ തിരക്കിലാണ്. കാരണം സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യു ഹാഡ് റേവ് റിവ്യൂസ് അബൌട്ട് ദ മൂവി സൂക്ഷ്മദർശിനി അല്ലേ? അപ്പം ഒരുപാട് നാൾ എനിക്കറിയാം ഈ നോൺസെൻസ് എന്ന സിനിമ ഉണ്ടാവാൻ തന്നെ കുറെ കഷ്ടപ്പെട്ടു. എന്റെ അടുത്ത് ജിതിൻ ആക്ച്വലി ഈ സിനിമയുടെ, നോൺസെൻസ് എന്ന സിനിമയുടെ ഒരു സബ്ജക്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അന്ന് തന്നെ ഐ വാസ് തിങ്കിങ്, ഓക്കെ എങ്ങനെയാ ജിത്തിന്റെ തലയിൽ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്? കാരണം അതിനകത്ത് ഒരു ചെറിയൊരു കാൽക്കുലേഷനും സയൻസും ഒക്കെ ഇൻവോൾവ് ആണ്. സോ അവിടെ നിന്ന് സൂക്ഷ്മദർശിനിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഐ വാസ് നെവർ സർപ്രൈസ് വിത്ത് ദ കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ് ദാറ്റ് യു കെയിം അപ്പ് വിത്ത്. സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ മൂവി ഫസ്റ്റ്ലി. സോ ടെൽ us about it. എങ്ങനെ ഫീൽ ചെയ്യണം അബൌട്ട് ദ സക്സസ്? ഹാപ്പിയാണ് ഉറപ്പായിട്ടും. കുറച്ച് ഭയങ്കര ഡിഫറെന്റ് ഒരു മൂവി ആയിരുന്നല്ലോ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ അല്ലേ? നമ്മള് ആക്ച്വലി അതെ, നോൺസെൻസ് സംഭവിച്ചത് കൊണ്ട് ഉണ്ടായ സിനിമയാണ് ഓക്കെ. അതെങ്ങനെ? അത് ആക്ച്വലി ഞാൻ നോൺസെൻസ് എൻ്റെ ഒരു പോസ്റ്റിന്റെ സമയത്ത്, പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്താണ് ഈ പ്രിയദർശിനി എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യം ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ ഒരു ബേസിക് തുടക്കം. ഇറ്റ്സ് ലൈക്ക് 7 years back, 2018. അപ്പം ലൈക്ക് ഞാൻ എൻ്റെ മനസ്സിലൊരു തോട്ട് ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു മലയാള സിനിമയിലൊരു നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവ് ഉണ്ടാവും. ഫീമെയിൽ ഡിറ്റക്റ്റീവ് ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും ആരെങ്കിലും ഒക്കെ ചെയ്ത് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഷെർലക് ഹോംസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവ് എന്നുള്ളൊരു സംഭവം. അപ്പം അങ്ങനെ ഒരു ചിന്ത ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ നോൺസെൻസിന്റെ ഷൂട്ട് ഒരു റോഡ് മൂവി ആയിരുന്നു. അപ്പം ഒരു 60% മേളിലും ലൊക്കേഷൻ ഷിഫ്റ്റുകളും പല പല ലൊക്കേഷൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ട്രാവലായിരുന്നു. പടത്തിന്റെ ഒരു ഐഡിയ അതായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് പിന്നെ എനിക്ക് അതുപോലെ തന്നെ 1 day സ്റ്റോറി ആയിരുന്നു അത് നോൺസെൻസ്. അപ്പം നൈറ്റ് സീൻസ് അധികമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോൾ ഷീറ്റിൽ നൈറ്റ് ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. നമ്മുടെ മലയാള സിനിമയുടെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് പരിപാടി കഴിക്കാം. ഡെയിലി ഒരു 5 hours ലോസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോജക്ട് ഡിസൈൻ തോട്ട് ഉണ്ട് അതിനകത്ത്. എനിക്ക് എല്ലാ ദിവസവും 9 മണി വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കണം അടുത്തത് എന്ന് ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടി. നോൺസെൻസിന് എന്ത് സംഭവിക്കുന്ന ഏകദേശം പോസ്റ്റിൽ തന്നെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മള് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യുള്ളൂ ഏകദേശം എന്നൊക്കെ ഒരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇങ്ങനെ പറയുന്ന ഫസ്റ്റ് ഡയറക്ടർ ആയിരിക്കും അല്ലേ നമ്മുടെ സ്റ്റുഡിയോ? ഞാൻ ഭയങ്കര പ്രാക്ടിക്കൽ തിങ്കിങ് ഉണ്ടാവും. ഈസിലി ഞാൻ ലോജിക്കലി അങ്ങ് ഇൻവോൾവ് ആവും. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ അപ്പൊ കൂടുതൽ ഇന്റീരിയേഴ്സ് വേണം, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പം എൻ്റെ വീട് ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ അടുത്തടുത്ത് വീടുകളുള്ള, കേരളത്തിലെല്ലാവരും അങ്ങനെയാണ്. പോലും ഞാൻ എൻ്റെ വീട്ടിൽ നോക്കി അപ്പുറത്തൊക്കെ വീടുകൾ കാണാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയുള്ള കുറെ വീടുകൾ അടുപ്പിച്ചൊരു കഥ പറയാം. തലാണ മന്ത്രമൊക്കെ പോലെ, അല്ലെങ്കിൽ ഗാന്ധിനഗർ 2nd Street ഒക്കെ പോലെ അടുത്തടുത്ത ഒരു വീടുകള്, കോളനി, അവിടുത്തെ ആളുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വില്ലാസ് ഒക്കെ ആയിരുന്നു. അപ്പം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവിനെ അവിടെ ഡിറ്റക്റ്റീവിനെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ചാണ്. സാധാരണ ഈ ഇപ്പൊ ഫീമെയിൽ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഒരു തോട്ടിൽ വരുമ്പോൾ തന്നെ നമുക്ക് പല ഏരിയാസിൽ പ്ലേസ് ചെയ്യാമല്ലോ. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പ്ലേസ് ചെയ്യാം, അതോറിറ്റീവായിട്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. പക്ഷെ ഒരു വീട്, അതിന്റെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിലൂടെയാണ് അതിനെ. 2 ആംഗിളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ജോഗ്രഫി എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. ഈ ഡെൻസിറ്റിയാ കാണുന്ന ആൾക്കാർ. അപ്പൊ എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും ഈ എല്ലാവർക്കും. അപ്പൊ ആ കേരളത്തിന്റെ എക്കണോമിയായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ റിലേറ്റബിലിറ്റി ഉറപ്പായിട്ടും
ആളുകൾക്ക് കാണുന്നവർക്ക് അത് കിട്ടുമായിരിക്കും. എന്റെ വീടിന്റെ അടുത്താണല്ലോ എന്ന തോന്നലിൽ ആ മിഡിൽ ക്ലാസ് ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജോഗ്രഫി. അപ്പൊ ഇതെങ്ങനെ ഈ ക്യാരക്ടർ കിട്ടും? ഇപ്പൊ ഫസ്റ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പ്രൊഫഷണലി ആ വരുന്നത്, അതായത് ഫസ്റ്റ് തോട്ടായിട്ട് വരുന്നത്. ഒരു പക്ഷേ അങ്ങനെ പല, ഒരു ഡോക്ടർ ആവാം, ഡയഗ്നോസിങ് ഒരു ഫൈൻഡിങ് ആണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അപ്പൊ അങ്ങനെയാണ് എന്റെ അമ്മയിൽ നിന്ന് ഞാൻ ഡെറൈവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അമ്മ ഒരു ദിവസം നോക്കുമ്പോ രാത്രി നോക്കുമ്പോ ഉറങ്ങാതെ പുള്ളിക്കാരി ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരു വോയറിസ്റ്റിക് അപ്രോച്ച് ഫസ്റ്റ് ഞാൻ കാണുന്നത്. അപ്പം അപ്പുറത്തൊരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ഇതാരാണ്, ഈ ഭാഗത്ത് ഇല്ലാത്തൊരു വണ്ടിയാണ്. പുള്ളിക്കാരി ഭയങ്കര കീനായിട്ടത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മയുടെ ക്യൂരിയോസിറ്റി എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അത് ഇത് ചെയ്തിട്ട് അപ്പൊ പുള്ളിക്കാരി അത് എന്താണെന്ന് മനസ്സിലാകാതെ പുള്ളിക്കാരിക്ക് ഉറക്കമില്ല. ഞാൻ പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ എനിക്ക് റിയർ വിൻഡോ എന്ന് പറഞ്ഞ സിനിമ ഓർമ്മ വന്നു. ഇതിലൊരു റിയർ വിൻഡോ ഉണ്ട്, എന്റെ അമ്മയിലൊരു റിയർ വിൻഡോ ഉണ്ട് എന്നുള്ളൊരു സാധനമാണ് എനിക്ക് ആദ്യം കിട്ടിയത്. പക്ഷെ അത് വേണ്ട, ഈ കാലഘട്ടത്തിൽ അത് പറയുമ്പോൾ അത് വർക്കാവില്ല. ഒരു സ്ത്രീകൾ മുഴുവൻ വോയറിസ്റ്റിക് ആണ് എന്ന് പറയുന്ന പോലെ പോകും. അല്ലെങ്കിൽ ഒരു ഒളിഞ്ഞു നോട്ടത്തിന്റെ ഒരു സ്വഭാവം അതിലുണ്ട്. അത് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അതാണ് അതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ട്. അത് വളരെ തിൻ ലൈനാണ്. അപ്പുറത്തെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരാളും അത് കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഒരാളും അല്ലേ. അപ്പൊ അത് ഞാൻ മാറ്റിവെച്ചു. ഒളിഞ്ഞു നോക്കി കണ്ടുപിടിക്കുന്ന ഒരു സിനിമ ആവരുത് ഇത് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഇതിൽ എന്തെങ്കിലും റിസർച്ച് ഞാനപ്പം എൻ്റെ കോറൈറ്റേഴ്സ് ആയിട്ടുള്ളവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഒരു പൊട്ടൻഷ്യൽ അധികം കിട്ടിയില്ല. ഇതെങ്ങനെ മൂവ് ചെയ്യണം, ഏത് ക്യാരക്ടർ എന്നൊക്കെയുള്ള. അപ്പോൾ പോലീസ് സ്വഭാവമുള്ള ക്യാരക്ടർ, നമുക്ക് ഇയാൾക്കൊരു പാസ്റ്റ് പോലീസ് ക്യാരക്ടർ അല്ല എന്തെങ്കിലും റിട്ടയർഡ് ലൈഫോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ബൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലൊരു രസമില്ല. അത് ഒരു നമ്മളൊരു മെയിലിന് ചെയ്യാവുന്നതേ ഉള്ളത്. അതൊരു മെയിലിന് ചെയ്യും, നമുക്ക് ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഫീമെയിൽ ആക്കി ഒരു സാധനമായിരുന്നു. അതല്ല അതിന് ഐഡിയ അതിൽ പക്കയായിരിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴും അമ്മ തന്നെയാണ് എനിക്ക് അതിന്റെ ഉത്തരം തരുന്നത്. അത് പിന്നെ ഒരു ദിവസം എൻ്റെ അച്ഛനും അമ്മയും ഏജ്ഡ് ആണ്. അപ്പോൾ അവര് പിന്നെ ഒരു ദിവസം ഒരു ഹോസ്പിറ്റൽ ചെക്കപ്പ് ഒക്കെ ആയിട്ട് പോവാണ്. അപ്പൊ എന്റെ തൊട്ടടുത്ത വീട്ടില് അവര് കറവയുള്ള വീട്. അപ്പൊ പാല് കൊണ്ടുത്തരും വൈകുന്നേരം 4 മണിക്ക്. അപ്പം ഇങ്ങനെ പാല് വരും, നീ ചൂടാക്കി വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈ ഐഡിയ എന്റെ മനസ്സിൽ അപ്പോഴും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ അവർ പോയി, ചേച്ചി പാലായിട്ട് വന്നു. ഞാൻ പാല് മറ്റേ അമ്മ പ്രത്യേകം പറഞ്ഞോണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ നീ വെക്കരുത്, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല, ഓഫ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ടെന്ന് പുള്ളിക്കാരി പറഞ്ഞു. ഞാൻ അറിയാതെ വെച്ചു. ഞാൻ ഇത് ഈ കോളിലായിരുന്നു, ഇതിന്റെ തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഓഫ് ചെയ്ത് പോയി. ഞാനപ്പോൾ അതൊരു ക്രൈം ചെയ്യുന്ന പോലെ അമ്മയ്ക്ക് മനസ്സിലാവരുത് എന്നുള്ള കംപ്ലീറ്റ് അത് തുടച്ച് വൃത്തിയാക്കി തിരിച്ചു പോയ അത്രയും അളവിൽ ഞാൻ തിരിച്ചിട്ടു. കാരണം ഞാൻ നല്ലൊരു മാനിപ്പുലേറ്റർ ആണെന്നുള്ള ചിന്ത എനിക്കുണ്ട്. ഞാനൊരു മാനിപ്പുലേഷൻ അവിടെ നടത്തി. അപ്പം അമ്മയ്ക്ക് മനസ്സിലാവരുത് എന്നുള്ളത്. എന്നെക്കാട്ടിലും വലിയ മാനിപ്പുലേഷനും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണ് എന്റെ അമ്മ എന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പൊ തിരിച്ചു വരുന്ന അമ്മ പിറ്റേ ദിവസം അതേ സമയത്ത് പിറ്റേ ദിവസം 4 മണിക്ക് ആ ചേച്ചി പാല് കൊണ്ടുവന്ന്, ഞാനിങ്ങനെ ഇതിനെ കുറിച്ച് തന്നെ ആലോചനയില്ല. അപ്പൊ അവിടെ അകത്തുനിന്ന് ചോദിക്കുന്നു, എടാ നീ ഇന്നലെ ഇൻഡക്ഷൻ കുക്കറിലാണോ വെച്ചത്, പാലും അറിഞ്ഞായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഇൻഡക്ഷൻ കുക്കറിലാണ് എന്ന് പറഞ്ഞ പോയിന്റാണ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. എങ്ങനെ ഇൻഡക്ഷൻ കുക്കറാണെന്ന് മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ഇൻഡക്ഷൻ കുക്കറാണ് എങ്ങനെ മനസ്സിലായി, ബാക്കിയൊക്കെ ഓക്കെ. പുള്ളിക്കാര് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എടാ ഈ ഞാൻ ക്ലീൻ ചെയ്യാൻ മറന്നുപോയ ആ ചൂടാക്കിയ പാത്രം, അത് ചൂടായതുകൊണ്ടാണ് ഞാൻ കഴുകാതിരുന്നത് ആക്ച്വലി. അപ്പൊ അന്ന് മാറ്റി വെച്ചതേ ഉള്ളൂ. പക്ഷെ അത് അതിന്റെ അടി മൊത്തം പാട പിടിച്ച് അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോയി. അപ്പം ഞാനത് പിന്നെ കാണുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ മാറ്റി വെക്കുമ്പോൾ ആ കല വരില്ലല്ലോ, സോളിഡ് ആയതുകൊണ്ട് തറ്റിപ്പിടിച്ച് കിടക്കുള്ളൂ. അപ്പൊ പുള്ളിക്കാരി അതിന്റെ പാത്രത്തിന്റെ അടി കണ്ടപ്പോ അത് സെന്റർ പോയിന്റിലാണ് അത് പാട പിടിച്ചത്. അപ്പൊ അത് ഒരിക്കലും സ്റ്റൗവിൽ വെച്ചാൽ വരില്ല, ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാൽ മാത്രമേ. ഇത് ഈ പുള്ളിക്കാരി ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഒരുപാട് സൈക്കോളജിസ്റ്റുകളെയൊക്കെ വിളിച്ച് ചോദിച്ചു, സൈക്കാട്രിസ്റ്റ്. അപ്പം പറഞ്ഞു എല്ലാ സ്ത്രീകൾക്കും ഒരു സർവൈവൽ ഇന്റലിജൻസ് ഉണ്ട്, അത് സെഞ്ചുറീസ് ആയിട്ട് ഉണ്ടായതാണ്. അപ്പം
അതൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി. ഒരു സ്ത്രീകളുടെ സർവൈവൽ ഇന്റലിജൻസിലൂടെ അപ്പൊ എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ മനുഷ്യരുള്ളിടത്തല്ല ഇത് റിലേറ്റബിൾ ആണ്. എന്റെ അമ്മ ഇതൊരു നല്ല എക്സാമ്പിൾ ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അമ്മ ഇതുപോലെ വീട്ടിൽ ഞങ്ങൾ 3 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അത് എനിക്കറിയില്ല, എല്ലാ അമ്മമാർക്കും ചിലപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എനിക്ക് അർഫാസിന്റെ ഉമ്മയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാവർക്കും ഉണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നത് ചെറിയ കുട്ടികളിൽ വരെ ഉണ്ട്. ആക്ച്വലി ആ ജെൻഡറിന്റെ തന്നെ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. അത് എനിക്ക് തോന്നുന്നു സെഞ്ചുറീസ് ആയിട്ട് അവർ നേടിയെടുത്ത ചുറ്റുപാടുകളെ കുറിച്ച് അവർക്ക് കൂടുതൽ ബോധേഡാണ്. അപ്പം ഇപ്പൊ എനിക്ക് ആ വൈറസത്തിൽ നിന്ന് അത് മാറി, അത് മാറി. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ നാട്ടിലൊരു പരിപാടി നടന്നപ്പം അവിടെ എന്നെ അവർ അഭിസംബോധന ചെയ്തത് ഒരു ഒളിഞ്ഞു നോട്ടത്തിലൂടെ അപ്പൊ ഞാനത് കറക്റ്റ് ചെയ്തു. ചേട്ടാ ആക്ച്വലി അതൊരു തിൻ ലെയറാണ്, അങ്ങനെ പറഞ്ഞാൽ ഈ സിനിമ വർക്കാവില്ല. അതായത് ഒളിഞ്ഞു നോക്കലല്ല ഇത്. അപ്പൊ സ്ത്രീകളുടെ സർവൈവൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ കാരണം അത് രണ്ടും ഒരു തിന്നിലാ കിടക്കുന്നത്. അങ്ങനെ എടുത്താൽ പോയി. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് ആളുകൾ കറക്റ്റ് ആയിട്ട് ആ ട്രാക്കിൽ പോയി എന്നുള്ളത് ഇസ് ദ സക്സസ് ഓഫ് യുവർ സ്ക്രിപ്റ്റിംഗ് ആൻഡ് ദ മൂവി മേക്കിംഗ്. അങ്ങനെ ആക്കാനാണ് മാക്സിമം ശ്രമിച്ചത്. കാരണം അത് ആദ്യത്തെ ഡ്രാഫ്റ്റ് ഒക്കെ എഴുതി വന്നപ്പം മോർ വോയറിസ്റ്റിക് ആയിരുന്നു. അപ്പം ഒരുപാട് വെറുതെ ഇങ്ങനെ അപ്പുറത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരു സ്ത്രീ. ഇപ്പൊ നമ്മൾ സിനിമയിലേക്ക് വന്ന ഒന്നുകൂടി കാണുമ്പോൾ ഒക്കെ മനസ്സിലാവുമായിരിക്കും, വെറുതെ വിളിക്കാതെ നോക്കില്ല. ആക്ച്വലി വേറൊരു വീട്ടിലേക്ക് നോക്കുന്നില്ല. അവിടെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് മാത്രമാണ് നോക്കുന്നത്. അല്ലാതെ വോയിസ് എന്ന് പറയുന്നത് അങ്ങനെ വോയിസ്റ്റിക്കായിട്ടുള്ള ഒരു വ്യക്തി എല്ലായിടത്തേക്കും നോക്കും. ഇതിപ്പോ ഒരു പ്രോബ്ലം ഉള്ളിടത്തേക്ക് മാത്രമാണ് വിളിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് ദിസ് ഫിലിം ഇസ് ദാറ്റ് ഇതിനിപ്പോ ഈ ഒരു സിനിമയുടെ കഥയെ നമ്മൾ ഈ രീതിയിലൂടെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് ഒരു സബ്ജക്റ്റ് ആണിത്, അല്ലെ? അതിനകത്തൊരു മേർഡർ നടക്കുന്നതും അത്. പക്ഷെ ഇത് നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിനകത്തെ കഥാപാത്രങ്ങളും ഇതിനകത്ത് ഇപ്പൊ ചെയ്യുന്ന സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടറും ഒന്നും കംപ്ലീറ്റ്ലി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ ബേസിൽ എന്ന നടന് ജനറലി ഉള്ള ഒരു ലൈക്കബിലിറ്റിയും പുള്ളി ഇതിനകത്ത് കാണിക്കുന്ന സീരിയസ് ആണോ കോമഡി ആണോ എന്നൊരു പരിധി വരെ നമുക്ക് ഒരു സിനിമയുടെ ഒരു ഘട്ടം വരെ നമുക്ക് മനസ്സിലാവുന്നില്ല. സോ അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ഈ ഒരു സംഭവത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് അങ്ങനെ ഈ ട്രീറ്റ്മെന്റിൽ ചെയ്യാം എന്നുള്ളത് എൻ്റെ പ്രൊഡക്ഷന്റെ ഒരു തീരുമാനമാണ്. ആക്ച്വലി ഈ ഒരു ലെവലിൽ നമുക്ക് ആദ്യത്തെ ഇത് ഒരുപാട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഇതിനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ആദ്യം ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കഴിയുന്നത് ഒരു 2019 അന്ന് ആക്ച്വലി ഞാനിത് ബോളിവുഡിൽ ചെയ്യാനായിട്ട് ഒരു സ്റ്റാർട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ ആക്ച്വലി അവിടുത്തെ ഒരു ആക്ടർ ഡേറ്റ് ഒക്കെ തന്ന് ഒരു പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയതാണ്. കോവിഡ് ഒക്കെ വന്ന കാരണം അത് ഡ്രോപ്പായി. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് ഹാപ്പി ഹൗസിന്റെ അടുത്ത് കഥ പറഞ്ഞു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് മെയിനായിട്ട് പല പ്രൊഡക്ഷനും ഈ ഇതിന്റെ തേർഡ് ആക്ടിൽ വരുന്ന ആ റീസൺ വർക്കല്ലായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ അത് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും അപ്പം അത് ബിസിനസിനെ ബാധിക്കുമെന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആക്ച്വലി പലർക്കും അത് മാറ്റണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഹാപ്പി ഹൗസ് എന്നോട് പറഞ്ഞത് ആക്ച്വലി അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അത് എൻ്റെ ഒരു ഐഡിയയുമായിട്ട് അത് കറക്റ്റായിട്ട് ഒത്തുപോകുന്ന ഒരു കമ്പനി തന്നെയാണ് അതെന്നുള്ളതുകൊണ്ട് ഞാൻ ആ കമ്പനി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത് 5 years. 5 years എടുത്തു ആ കമ്പനി ഞാൻ വന്നിട്ട് സിനിമ നടക്കാൻ. അപ്പൊ പല ആക്ടേഴ്സ് വന്നു പോയി ഇതിന്റെ ഇടയിൽ. അപ്പോഴൊക്കെ പല ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പം ആദ്യം സീരിയസ് ആയിരുന്നു, ഭയങ്കര സീരിയസ് ത്രില്ലർ ആയിരുന്നു. പിന്നെ അങ്ങനെ മാറി സിനിമയുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു. അപ്പൊ ഇതിനെ എങ്ങനെ വേണേലും പറയാം. ആക്ച്വലി ഏത് ട്രീറ്റ്മെന്റിലും ആണെങ്കിൽ ഇനിയും വളരെ സീരിയസ് ആയിട്ടും ഇത് ആലോചിക്കാം. അപ്പൊ നമ്മൾ ഏറ്റവും പുതിയൊരു ഇതിലേക്ക് പോകണമെന്ന് നമ്മൾ ഒരു കൂട്ടമായ തീരുമാനത്തിൽ വന്നു. ആക്ച്വലി കാര്യം ചോദിക്കട്ടെ, ഈ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ 2 ക്യാരക്ടേഴ്സും ജിത്തിന്റെ മനസ്സിൽ ഇവർ തന്നെയായിരുന്നു? നസ്രിയയും ഞാൻ പറഞ്ഞില്ല, ആദ്യം ബോളിവുഡിൽ ആയിരുന്നു. അപ്പൊ എന്റെ അമ്മയുടെ ഏജ് ആയിരുന്നു ഞാൻ ആദ്യം വെച്ചിരുന്നത് ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ആ ഏജിൽ നിന്നും ഒരു ബിസിനസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം അത് കുറച്ചുകൂടി കട്ട് ഡൗൺ ചെയ്തൊരു 40-50. ഇപ്പം ഞാൻ അങ്ങനെ ബോളിവുഡിലൊരു ആക്ടർ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ മലയാളത്തിലേക്ക് വന്നപ്പം ആ ഏജ് ഗ്രൂപ്പിലും നമുക്കിവിടെ ഒരു ലീഡിങ് ആക്ടർ പിടിക്കാൻ നമുക്ക് പാടാണ്. അപ്പം നമ്മൾ വീണ്ടും ഏജ് കെട്ടണം. അപ്പോഴൊക്കെ ഈ ഏജ് ഞാൻ നേരത്തെ പറഞ്ഞ സർവൈവൽ ഇന്റലിജൻസ് എന്നുള്ള ഐഡിയ ആണ് എല്ലാ ഏജ് ഗ്രൂപ്പിലും അത് വർക്കാവണത്. അത് ഇപ്പം ഒരു പ്രായമായ ഒരാൾ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഐഡിയ അല്ല. കുറെ നാൾ ആ പ്രായമുള്ള കഥാപാത്രമായിരിക്കും ഇതിന്റെ കേന്ദ്ര കഥാപാത്രം എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ മൈൻഡില്.
അത് കാരണം എന്റെ അമ്മയെ റെഫറൻസ് ഉള്ളതുകൊണ്ട്. അങ്ങനെ തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ കോർ ഐഡിയക്ക് അതിന്റെ സ്പേസ് ഉള്ളതുകൊണ്ട് അത് ഇനിയും പ്രായം കുറച്ചാൽ അത് വർക്കാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിപ്പോ സിനിമ ഇറങ്ങിയതിനു ശേഷം കോളേജ് പഠിക്കുന്ന പിള്ളേർ ഇതിന്റെ സ്പൂഫ് ചെയ്യുന്നുണ്ട് ഹോസ്റ്റലിൽ, അങ്ങനെ വർക്കിംഗ് സ്പേസിൽ. അപ്പൊ എല്ലാവർക്കും അത് റിലേറ്റബിൾ ആണല്ലോ. നസ്രി അല്ലാതെ വേറൊരു ആക്ട്രസ് ആയിരുന്നു ആദ്യം ഇത് ചെയ്യാനിരുന്നതെന്നാണ് മലയാളത്തിലല്ലേ ചെയ്യാം, പിന്നീട് നസ്രിയിലേക്ക് ലാൻഡ്. അത് എന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സമീർക്കാണ് നസ്രിയുടെ പേര് പറയുന്നത്. അതും ഞാൻ വെച്ചാൽ നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പിൽ എത്തിയപ്പോൾ ആ ഏജ് ആണെന്ന് ഞങ്ങൾ ഒരു റൈറ്റർ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നിൽ സ്റ്റിക്ക് ഓൺ ആയി പോകും. നമ്മൾ ആ ഇത് കംപ്ലീറ്റ് ആ വേൾഡിലേക്ക് ഇന്നായി കഴിയും. പക്ഷെ വീണ്ടും എൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ഔട്ട് ഓഫ് ദി ബോക്സ് തോട്ടിൽ നിന്ന് വീണ്ടും ഒരു നസ്രിയുടെ പേര് പറയുന്നു. അപ്പം നസ്രിനെ കുറിച്ച് ഞങ്ങൾ ആ ആംഗിളിൽ ചിന്തിച്ചു തുടങ്ങുമ്പോഴും അത് കറക്റ്റാ. അപ്പോഴാണ് സിനിമയുടെ ട്രീറ്റ്മെന്റ് ചേഞ്ച് ആയി തുടങ്ങിയത്. നമുക്ക് വളരെ സീരിയസ് ആയിട്ട് പിടിക്കണ്ട, നമുക്ക് കുറച്ചും കൂടി ഒരു എന്തൊരു രസം ഈ സിനിമ കണ്ടോണ്ടിരുന്ന ഇതിന്റെ ഇന്റർവെൽ ഭാഗത്തായപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒരു കഥ ഉണ്ടായി. അതായത് ഇതായിരിക്കും, പക്ഷെ അതൊന്നും അല്ലാതെ ഇരുന്ന ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിംഗ് ബ്രില്യൻസ്. അടിപൊളിയായിരുന്നു. വി വർ ഓൾ ലൈക്ക് സർപ്രൈസ്ഡ് ആൻഡ് ഹാപ്പി ആൻഡ് ഫൈനലി അതിന്റെ ലാസ്റ്റ് നിന്നെ ഞാൻ മണിച്ചിത്ര പൂട്ടുമെന്ന് മനസ്സിൽ ആ കഥാപാത്രം വിചാരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആദ്യം വന്ന് ഇരിക്കുന്നതിന്, അവിടേക്ക് എത്തിയപ്പോഴേക്കും ഇറ്റ് വാസ് ലൈക്ക് എ കംപ്ലീറ്റ് സിനിമ. അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഹെഡ് ഐ റിയലി ലവ്ഡ്. ഞാൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഐ ട്രേസ്ഡ് യു ആൻഡ് സെൻഡ് യു എ മെസ്സേജ്. അടിപൊളിയായിരുന്നു സിനിമ. സോ ടെല്ലസ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് സിനിമകളുടെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. സോ ക്യാൻ വി ടോക്ക് അബൌട്ട് യുവർ നെക്സ്റ്റ് പ്രോജക്ട്സ്? ഞാൻ ആക്ച്വലി അതിന്റെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നത്. അത് നടക്കുന്നു. ഞാൻ 2-3 ലാംഗ്വേജിൽ പരിപാടികൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലാണ് ആദ്യം നടക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഈ വർഷം തുടങ്ങും. അടിപൊളി. സൂക്ഷ്മദർശിനിയുടെ വേറെ വേർഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആക്ച്വലി അന്ന് ഞാൻ ആക്ച്വലി പറഞ്ഞല്ലോ, നോൺസെൻസിന്റെ പോസ്റ്റിന്റെ സമയത്താണ് സൂക്ഷ്മദർശിനിയുടെ ഐഡിയ ഉണ്ടാവുന്നത്. അതുപോലെ സൂക്ഷ്മദർശിനിയുടെ പോസ്റ്റിന്റെ സമയത്ത് തന്നെ ഞാൻ ഒരെണ്ണത്തിൽ ഇന്നായി. അപ്പൊ ഞാൻ അതിന്റെ റിസർച്ചിലൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പ്രൊമോഷനൊക്കെ നടക്കുന്നത്. ഞാൻ എന്റെ സത്യം പറഞ്ഞാൽ ഈ സൂക്ഷ്മദർശിനി ഡിറ്റാച്ച്ഡ് ആവുകയും അതിലേക്കുള്ള ഒരു പരിപാടി തുടങ്ങിയില്ല. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞത്. വെരി മച്ച് സാറ്റിസ്ഫൈഡ്. അപ്പൊ അതിൽ ഇനി വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എക്സൈറ്റിംഗ്. അപ്പൊ അങ്ങനെ എന്തായാലും സൂക്ഷ്മദർശിനി നമുക്ക് എല്ലാവർക്കും ഒരു കംപ്ലീറ്റ് സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു. യു കാൺട്ട് ലൈക്ക് കമ്പയർ ദിസ് മൂവി ആൻഡ് നോൺസെൻസ്. രണ്ടും രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റോറീസും ഒക്കെയാണ്. അപ്പൊ ഇനി തലയിൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലേയേഴ്സ് ഉള്ള അങ്ങനത്തെ സ്ക്രിപ്റ്റ് ആണോ? ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ആക്ച്വലി അത്. ആക്ച്വലി അതായിരിക്കാം എൻ്റെ ഫിലിം ലാംഗ്വേജ് എന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി അതായിരിക്കും എനിക്ക് കിട്ടുന്ന ഹൈ. അപ്പം ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇൻവോൾവ് ആവുന്നത് സ്ക്രീൻ പ്ലേ സമയത്താണ്. അപ്പോൾ ഒരു സ്ക്രീൻ പ്ലേ ഓറിയന്റഡ് സിനിമയുടെ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സ്ക്രീൻ പ്ലേ ഇല്ലാതെ ഒരു ഒന്നിനെ സമീപിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ സോ ഇറ്റ് വിൽ ബി ഒരു നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റിലുള്ള ഒരു സിനിമ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും. കൂടുതലൊന്നും ജിതിൻ വിട്ടു പറയുന്നില്ല. ഇപ്പൊ തൽക്കാലം പറഞ്ഞാലും ആക്ച്വലി അതിന്റെ രസം പോകും. കുറിച്ച് എന്ത് പറഞ്ഞാലും അതിന്റെ രസം. അടിപൊളി. അപ്പൊ അങ്ങനെ എന്തായാലും എല്ലാവരും ഇപ്പം ഒരുപക്ഷെ ഇരുന്ന് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. ദേ വാച്ചിങ് ദിസ് ഇന്റർവ്യൂ ഓൺ ഫേസ്ബുക്ക്. അപ്പോൾ ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ മൂവി സൂക്ഷ്മദർശിനി. ഇനി വരാനിരിക്കുന്ന സിനിമകൾക്കും എല്ലാത്തിനും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഇത് ഇവിടെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? അന്ന് ഇവിടെ വന്ന് പറയാൻ താങ്ക്സ് ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എന്താ പറയുക, സൂക്ഷ്മദർശിനി കണ്ടതിലും അത് ഇഷ്ടപ്പെട്ടതിലും അതിപ്പോഴും ഓർത്തിരിക്കുന്നതിലും ഒക്കെ വളരെ വളരെ സന്തോഷം. ആക്ച്വലി ഇനിയും സൂക്ഷ്മദർശിനി എനിക്ക് ആക്ച്വലി അതിൻ്റെ സിനിമയുടെ ഐഡിയ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ പേരാണ് സൂക്ഷ്മദർശിനി എന്നുള്ളത്. അപ്പം നോൺസെൻസ് പോലും ടൈറ്റിൽ കോൺസെപ്റ്റ് ഉണ്ട്. ഇത് രണ്ടിനും അങ്ങനെ ഒരു അങ്ങനെ ഇൻഫാക്ട് ആ സിനിമ കണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡിങ് അതിന്റെ ജിയോഗ്രഫി, അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്, അതൊക്കെ അതിന്റെ ഒരു ഹീറോ ആണല്ലോ. ഇൻഫാക്ട് അതിന്റെ മ്യൂസിക്, പിന്നെ അതിലെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന പൂജയും ബാക്കി എല്ലാവരും എവ്രിബഡി ലൈക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ് ഫിലിം. അപ്പൊ അതിനെല്ലാത്തിനും നമുക്ക് ഇനിയും ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഇവിടെ ടോക്ഡ് അബൌട്ട് ഓൾ ഓഫ് ദാറ്റ്, ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. Thank you, Jitin. Thank you for coming. Thank you. We continue. The Big Breakfast Club.